ഹായ് വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്ന മസ്റ്റ് ഹാവ് എന്ന് പറയുന്ന യൂസേജ് ആണ്. പാർട്ട് 17 ആണ്. ഓക്കെ, അപ്പൊ മസ്റ്റ് ഹാവിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്തായാലും ചെയ്തിട്ടുണ്ടാവും, ഉറപ്പായിട്ടും ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. ഉറപ്പായിട്ടും ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലും കാര്യങ്ങൾ ഉറപ്പായിട്ടും ചെയ്തിട്ടുണ്ടാവും എന്നുള്ള അർത്ഥമാണ് മസ്റ്റ് ഹാവിന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ഹി മസ്റ്റ് ഹാവ് സ്റ്റഡീഡ്, അല്ലെങ്കിൽ ഐ മസ്റ്റ് ഹാവ് സ്റ്റഡീഡ്. ഇപ്പോൾ യു മസ്റ്റ് ഹാവ്, ഷീ മസ്റ്റ് ഹാവ്, ഏത് വേണമെങ്കിലും വെക്കാൻ പറ്റും. ഇപ്പോൾ ഹി മസ്റ്റ് ഹാവ് സ്റ്റഡീഡ് എന്ന് പറഞ്ഞാൽ അവൻ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് എക്സാം ഹാളിലോട്ട് നമ്മൾ കുറേ പേര് ഇങ്ങനെ വന്നു. അപ്പോൾ നമ്മളൊക്കെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ കുറച്ച് ഒരാൾ പഠിപ്പിച്ചിട്ടായിട്ടുള്ള ഒരു പയ്യനുണ്ടെന്ന് വെച്ചോ. അപ്പോൾ അവൻ പഠിക്കുന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ പറയാണ് ഹി മസ്റ്റ് ഹാവ് സ്റ്റഡീഡ്. അർത്ഥം എന്നിട്ടാ അവൻ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും. ഹി മസ്റ്റ് ഹാവ് സ്റ്റഡീഡ്. ഓക്കെ, ഇപ്പോൾ ഒരാൾ വീണു, അല്ലെങ്കിൽ കാല് പൊട്ടിയിട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് ഹി മസ്റ്റ് ഹാവ് പ്ലേഡ് ഫുട്ബോൾ. അവൻ ചിലപ്പോഴല്ല എന്തായാലും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫുട്ബോൾ കളിച്ചിട്ടുണ്ടാവും. ഓക്കെ, നീ എന്തായാലും പാടിയിട്ടുണ്ടാവും. അപ്പോൾ ഒരാൾ പറയുന്നത് എടാ ഞാനൊരു പ്രോഗ്രാമിന് പോയി, ആൾക്കാരൊക്കെ കൂകി വിളിച്ചു. അപ്പോൾ നമ്മൾ പറയുന്നത് യു മസ്റ്റ് ഹാവ് സങ്. നീ പാടിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ നീ സംസാരിച്ചിട്ടുണ്ടാവും, യു മസ്റ്റ് ഹാവ് സ്പോക്കൺ. ഓക്കെ, എന്തായാലും ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് നമ്മൾ മസ്റ്റ് ഹാവ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയണം നിങ്ങൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും, യു മസ്റ്റ് ഹാവ് അണ്ടർസ്റ്റുഡ്. ഓക്കെ, അവൻ എന്തായാലും വന്നിട്ടുണ്ടാവും, ഹി മസ്റ്റ് ഹാവ് കം. അവൾ എന്തായാലും പോയിട്ടുണ്ടാവും, ഷി മസ്റ്റ് ഹാവ് ഗോൺ. അവരെന്തായാലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, ദേ മസ്റ്റ് ഹാവ് ഈറ്റൻ ഫുഡ്. ഇവിടെ ഹാവിന് ഇമ്മീഡിയറ്റ് ആയിട്ട് വെർബ് വരുന്ന സമയത്ത് വെർബിന് തേർഡ് ഫോം ആണ് വെക്കേണ്ടത്. മനസ്സിലായോ? അവരെന്തായാലും ചോദിച്ചിട്ടുണ്ടാവും, ദേ മസ്റ്റ് ഹാവ് ആസ്ക്ഡ്. ഓക്കെ, നീ ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും, യു മസ്റ്റ് ഹാവ് ഫോർ ഗോട്ടൺ. ചിലപ്പോഴല്ല, എന്തായാലും മറന്നിട്ടുണ്ടാവും, നീ എന്തായാലും മറന്നിട്ടുണ്ടാവും. ചിലപ്പോൾ എന്ന് പറയുമ്പോഴേ മസ്റ്റ് ഹാവിന് പകരം നമ്മൾ മേ ഹാവ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ വേറൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ മസ്റ്റ് ഹാവ് എന്തായാലും ചെയ്തിട്ടുണ്ടാവും, മേ ഹാവ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, നോക്കിക്കേ, അപ്പോൾ യു മസ്റ്റ് ഹാവ് ഡ്രങ്ക്. നീ എന്തായാലും കുടിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഹി മസ്റ്റ് ഹാവ് ഡ്രങ്ക്. അവൻ എന്തായാലും കുടിച്ചിട്ടുണ്ടാവും. ഓക്കെ, യു മസ്റ്റ് ഹാവ് ആസ്ക്ഡ്. നീ എന്തായാലും ചോദിച്ചിട്ടുണ്ടാവും. യു മസ്റ്റ് ഹാവ് ഗോൺ. നീ എന്തായാലും പോയിട്ടുണ്ടാവും. യു മസ്റ്റ് ഹാവ് കം. നീ എന്തായാലും വന്നിട്ടുണ്ടാവും. യു മസ്റ്റ് ഹാവ് റിട്ടൺ. നീ എന്തായാലും എഴുതിയിട്ടുണ്ടാവും. നീ എന്തായാലും കഴിച്ചിട്ടുണ്ടാവും. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മുടെ മസ്റ്റ് ഹാവിന്റെ അർത്ഥം വരുന്നത്. എന്തായാലും ചെയ്തിട്ടുണ്ടാവും, ഉറപ്പായിട്ടും ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലായിരിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും എക്സാമ്പിൾ താഴെ കമന്റ് ആയിട്ട് ടൈപ്പ് ചെയ്തിടുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അൺലൈക്ക് ചെയ്യുക. Okay, dislike it, unlike it, dislike it. Okay, so that's all. Thank you so much for being with me. Thank you.